മലപ്പുറം ജില്ലയിൽ മാലിന്യ സംസ്കരണം ഫലപ്രദമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ മിഷനുകളുടെയും വകുപ്പുകളുടെയും പൊതുജനങ്ങളുടെയും കൂട്ടായ പരിശ്രമവും സഹകരണവും ആവശ്യമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം.കെ. റഫീഖ് പറഞ്ഞു. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കായി സംഘടിപ്പിച്ച ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മാലിന്യ സംസ്കരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം. ഇവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളും കൂടുതൽ വരുമാനം ലഭിക്കുന്ന സാഹചര്യവും ഒരുക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ഒരു കേന്ദ്രം തെരഞ്ഞെടുക്കുന്നതിന് പകരം പഞ്ചായത്തിന്റെ 1, 2, 3 ഭാഗത്ത് ഇതുപോലെ തന്നെ വലിയ പ്രശ്നം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കാവല് പഞ്ചായത്തിലെ വലിയ വിവാദം ഉണ്ടായിട്ടാണ്. അതെന്താണ്, എന്തിനാ ഞങ്ങളുടെ വാർഡിൽ പഞ്ചായത്തിന്റെ സ്ഥലത്തെ വാർഡിൽ MCF വെക്കുന്നതിന് ആ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ആണ് ഞാനും ചെയ്തിട്ട് നിരന്തരം ഞങ്ങൾ പറഞ്ഞു നോക്കിയിട്ട് പോലും നമുക്കതിൽ ഒരു തീരുമാനമാക്കാൻ സാധിക്കാത്ത. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ 2024-25 വർഷത്തെ ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. വാതിൽപ്പടി ശേഖരണം, യൂസർ ഫീ, ജൈവ മാലിന്യ സംസ്കരണം, അജൈവ മാലിന്യ സംസ്കരണം, ശാസ്ത്രീയത തരംതിരിക്കൽ, എൻഫോഴ്സ്മെന്റ്, ഡിജിറ്റലൈസേഷൻ ക്യാമ്പയിൻ എന്നിവയിൽ സമ്പൂർണ്ണത കൈവരിക്കുക എന്നതാണ് ക്യാമ്പയിന്റെ അടുത്ത ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. മലപ്പുറം DPRC ഹാളിൽ നടന്ന ശില്പശാലയിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗൻ വിഷയാവതരണം നടത്തി. ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ T. ജ്യോതി മോൾ, തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ VK മുരളി, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ A. ആതിര, നവകേരളം ജില്ലാ കോർഡിനേറ്റർ TVS ജിതിൻ, മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി, കില ഫെസിലിറ്റേറ്റർ A. ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പയിനിലെ ക്ലാസുകൾക്ക് ജില്ലാ സെക്രട്ടേറിയറ്റിലെ വിദഗ്ധർ നേതൃത്വം നൽകി. ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ജീവനക്കാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ജൂലൈ 3, 4 തീയതികളിലും നഗരസഭകളിൽ നിന്നുള്ളവർക്കായി ജൂലൈ 9, 10 തീയതികളിലും പരിശീലന പരിപാടി സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,